രാധേകനൻ അധ്യായം 26. തനിക്കും അവർ അപ്രകാരം നൽകിയിരുന്നെങ്കിലെന്ന് അറിയാതെ ഒരു മോഹമുദിച്ചു. പിന്നെ ചിന്തിച്ചപ്പോൾ താൻ എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് ചിന്തിക്കുന്നതെന്ന് തോന്നി. ചില സമയം അവരുടെ മടിത്തട്ടിൽ തല ചായ്ക്കണമെന്ന് തോന്നു. എന്തുകൊണ്ടാണ് താൻ ഇപ്രകാരമെല്ലാം ചിന്തിക്കുന്നത്? അവരുടെ നേത്രങ്ങളിൽ നിന്ന് കണ്ണുനീർ പ്രവഹിക്കുമ്പോൾ തന്നെ അത് ഇത്ര വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ തന്റെ ആരോ ആണെന്ന് മനസ്സ് പറയുന്നു. എന്നാൽ ഇത് സത്യമല്ലല്ലോ. ആരോടെങ്കിലും ഈ കാര്യം പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആരോട് പങ്കുവെക്കും? ഉത്തരം ഉടനുണ്ടായി. വൃഷാലിയോട്. തന്റെ പ്രാണപ്രിയോടല്ലാതെ മറ്റാരോട് ഇതെല്ലാം പങ്കുവെക്കും? എന്നാൽ ഇപ്പോൾ അതിന് സാധ്യമല്ല. രഥം നിന്നു. എന്റെ ചിന്തകളിൽ നിന്ന് ഞാൻ ഉണർന്നു. ഒരു പുഴയുടെ തീരത്താണ് രഥം നിന്നത്. അവിടമാകെ ശാന്തത പരന്നിരുന്നു. അവരും ഞാനും രഥത്തിൽ നിന്നിറങ്ങി. ഞങ്ങളുടെ ഇടയിൽ കുറച്ചു നിമിഷം മൗനം തങ്ങി നിന്നു. പിന്നെ ഞാൻ തന്നെ അത് ഭേദിച്ചു. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവൾ എന്റെ ഗൃഹത്തിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. വളരെ നല്ല പെൺകുട്ടിയാണ്, സുന്ദരിയുമാണ്. അവളുടെ നാമം വൃഷാലി എന്നാണ്. പിന്നെ കർണൻ അവൾ അറിയിച്ച വിവരങ്ങൾ പറഞ്ഞു. പുത്ര, പ്രണയത്തിന് വംശമോ ജാതിയോ ഗോത്രമോ രാജാവോ രാജകുമാരി എന്നോ ഒന്നും തന്നെയില്ല. നിനക്കവളെ ഇഷ്ടമാണെങ്കിൽ ഈ രാജപദവി അതിന് തടസ്സമാവുകയില്ല. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിക്കാം. അതിന്റെ ആവശ്യമില്ല രാജമാതേ. അവിടുന്ന് അതിന് ബുദ്ധിമുട്ടണമെന്നില്ല. ഒരു സൂതപുത്രന്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് അവിടുന്ന് വേവലാതിപ്പെടേണ്ടതില്ല. രാജമാതാവ് കുന്തി സ്വയം ചിന്തിച്ചു. ഒരു സൂതപുത്രനെ കുറിച്ച് ഓർത്തല്ല ഞാൻ ആശങ്കപ്പെടുന്നത് കർണ. എന്റെ പുത്രന്റെ ജീവിതത്തെക്കുറിച്ചോർത്താണ്. നിന്റെ ജീവിതത്തിൽ ആരു തന്നെ വന്നാലും നീ സന്തോഷവാനായിരിക്കണം കർണ. എനിക്ക് അതാണ് ആഗ്രഹം. നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ നിനക്ക് പ്രാപ്തമാകണം. നിനക്ക് ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും പ്രാപ്തമാകണം പുത്ര. അവർ മനസ്സുകൊണ്ട് കർണന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ നീ ദുര്യോധന്റെ പക്ഷത്താണെന്ന് ഓർക്കുമ്പോൾ അതെന്നെ വളരെയധികം ആശങ്കാകുലയാക്കുന്നു. രാജമാതേ, അവിടുന്ന് എന്താണ് ചിന്തിക്കുന്നത്? അവിടുന്ന് എന്നെ കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല രാജമാതേ. വൃഷാലിയെ തീർച്ചയായും എനിക്ക് പ്രാപ്തമാകും. എനിക്ക് എന്റെ പ്രണയത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അഥവാ എനിക്ക് അവളെ സ്വന്തമാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ സദാ ബ്രഹ്മചാര്യം സ്വീകരിക്കുന്നതാണ്. പുത്ര, ഞെട്ടലോടെ അവർ വിളിച്ചു. അവൻ പുഞ്ചിരിയോടെ മൊഴിഞ്ഞു. എന്നാൽ അങ്ങനെ സംഭവിക്കില്ല രാജമാതേ. അവിടുന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് കണ്ണന്റെ വിരലിലെ മോതിരം പുഴയിൽ വീണത്. അത് കണ്ടതും അവൻ പുഴയിലേക്ക് എടുത്തു ചാടി. നല്ല ആഴമുള്ള പുഴയായിരുന്നു. കർണ! രാജമാതാവ് ഭയത്തോടെയും വേവലാതിയോടെയും ഉച്ചത്തിൽ നിലവിളിച്ചു. കുറച്ചു നിമിഷം കഴിഞ്ഞ് കണ്ണൻ പുഴയിൽ നിന്ന് പുറത്തേക്ക് വന്നു. രാജമാതാവ് കുന്തി ഭയന്നിരുന്നു. തന്റെ പുത്രനെ തനിക്ക് എന്നേക്കുമായി നഷ്ടമായെന്നാണ് വിചാരിച്ചത്. കർണനെ മുന്നിൽ കണ്ട് അവർ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തു. കർണൻ ആശ്ചര്യപ്പെട്ടു. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൻ അവരെ തടഞ്ഞില്ല. കുറച്ചു നിമിഷം അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് രാജമാതാവ് കുന്തിക്ക് സ്ഥലകാലബോധമുണ്ടായത്. അവർ തന്റെ മാതൃത്വത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി. പുത്ര, നീ എന്താണ് പ്രവർത്തിച്ചത്? എന്തിനാണ് പുഴയിലേക്ക് ചാടിയത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്ക് എന്ത് സംഭവിക്കാനാണ് രാജമാതേ? അവിടുന്ന് വിസ്മരിച്ചു പോയോ? എന്റെ ശരീരത്തിൽ കവചകുണ്ടലങ്ങൾ സ്ഥാപിതമാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനും എന്റെ മൃത്യുവാകുവാൻ സാധിക്കുകയില്ല. എന്റെ ശരീരത്തിൽ രക്തം പൊടിയുകയുമില്ല. എന്റെ തൊലി അഭേദ്യമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ശരീരത്തെ ഒരുപാട് പ്രാവശ്യം മുറിവേൽപ്പിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ചില മൃഗങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ മൃഗങ്ങൾ എന്നെ മുറിവേൽപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അവയ്ക്കൊന്നിനും എന്നെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആ മൃഗങ്ങൾ എന്റെ മുൻപിൽ തോൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തനാണ്. അവർക്കെല്ലാം മുറിവേൽക്കുന്നു, എനിക്ക് മാത്രം മുറിവേൽക്കുന്നില്ല. രാധേകനൻ അടുത്ത അധ്യായത്തിൽ തുടരും.